Okay, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം ഇതാണ്. A rigid tank contains a hot fluid that is cooled while being stirred by a paddle wheel. Initially, the internal energy of the fluid is 800 kilojoule. During the cooling process, the fluid loses 500 kilojoule of heat, and the paddle wheel does 100 kilojoule of work on the fluid. Determine the final internal energy of the fluid. Neglect the energy stored in the paddle wheel. So ഇതാണ് ഫിഗർ. യു ക്യാൻ സി ഒരു പാഡിൽ വീലിൽ നിങ്ങൾ വർക്ക് അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 100 കിലോ ജൂൾ ഷാഫ്റ്റ് വർക്ക്. അപ്പം ഇതിൻ്റെ ഇനിഷ്യൽ ഇൻറ്റേർണൽ എനർജി 800 കിലോ ജൂൾ ആണ്. നമുക്ക് ഫൈനൽ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ പുറത്തേക്ക് ഹീറ്റ് ഇറ്റ് ഈസ് 500 കിലോ ജൂൾ പുറത്തോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ലോയിൻ്റെ പ്രോസസ്സ് നമുക്ക് അപ്ലൈ ചെയ്താൽ യു നോ ദാറ്റ് Q മൈനസ് W ഈസ് ഈക്വൽ ടു ഡെൽറ്റ U. So if you apply that, നമുക്ക് നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമുക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് നമുക്ക് പോസിറ്റീവും സിസ്റ്റം റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ നെഗറ്റീവാണ് എടുക്കുന്നത്. അതുപോലെ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ്, അതുപോലെ Q ഇൻ ഈസ് പോസിറ്റീവ്. ബാക്കി രണ്ടും Q ഔട്ട് എന്ന് പറയുന്നത് നെഗറ്റീവും വർക്ക് ഇൻ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. So if you apply that, you will get minus 500 minus 100 is equal to U final minus U initial. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് U final minus U initial ആണ്. വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 100. So this is equal to U final minus 800. So U final you will get it as 200 kilojoule. നമുക്ക് ഫൈനൽ ഇൻറ്റേർണൽ എനർജി വിൽ ബി 200 കിലോജൂൾ. അപ്പം ടോട്ടൽ ഇൻറ്റേർണൽ എനർജി നിങ്ങൾക്ക് കാണാൻ പറ്റുക 600 കിലോജൂൾ കുറയുന്നുണ്ട്. Now second question, a fan that consumes 20 watt of electric power when operating is claimed to discharge air from a ventilated room at a rate of 0.25 kilogram per second at a discharge velocity of 8 meter per second. Determine if this claim is reasonable. നമുക്ക് ഇവിടെ ഒരു ഫാൻ കാണാം. സി അപ്പം നമുക്ക് ഇതിൽ നമുക്കൊരു ജനറൽ ലോ ഓഫ് കൺസർവേഷൻ, ഇതിലൊരു ഹീറ്റും വർക്കും ഇല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ടോട്ടൽ എനർജി കമ്മിങ് ഇൻ, ടോട്ടൽ റേറ്റ് ഓഫ് എനർജി കമ്മിങ് ഇൻ. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫാനാണ്. ടോട്ടൽ എനർജി കമ്മിങ് ഇൻ മൈനസ് ടോട്ടൽ എനർജി ഗോയിങ് ഔട്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ എനർജി ഓഫ് ദ സിസ്റ്റം. നമുക്ക് അങ്ങനെ എടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ എനർജി ആസ് സച്ച് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി കമ്മിങ് ഇൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഗോയിങ് ഔട്ട്. എനർജി കമ്മിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇലക്ട്രിക്കൽ വർക്ക്, ദാറ്റ് ഈസ് 20 വാട്ട് ഇലക്ട്രിക്കൽ വർക്കാണ് അകത്തേക്ക് വരുന്നത്. അപ്പോൾ പുറത്തോട്ട് പോകുന്നത് ഈ എനർജി എന്ന് പറയുന്നത് ആ എയറിൻ്റെ കൈനറ്റിക് എനർജിയാണ്. So that is equal to half into 0.25 into v square. So the velocity is equal to 6.3 meter per second. അപ്പോൾ നമുക്ക് മാക്സിമം വെലോസിറ്റി നമുക്ക് കിട്ടുന്ന എനർജി മുഴുവൻ നിങ്ങൾ ഫ്രിക്ഷൻ ഇല്ലാതെ നിങ്ങൾ എയറിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റിയാൽ യു ക്യാൻ ഗെറ്റ് എ മാക്സിമം സ്പീഡ് ഓഫ് ഓൺലി 6.3 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ ഇതിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോസിബിൾ ആണ്. ഇറ്റ് വയലേറ്റ്സ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് വയലേറ്റ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്റ്റേഷനറി മാസ് ഓഫ് ഗ്യാസ് ഇസ് കംപ്രസ്ഡ് വിതൗട്ട് ഫ്രിക്ഷൻ ഫ്രം ആൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് 0.3 മീറ്റർ ക്യൂബ് ആൻഡ് 0.105 megapascal to a final state of 0.15 meter cube and 0.105 megapascal. And the pressure remaining constant during the process. There is a transfer of 37.6 kilojoule of heat from the gas during the process. How much does the internal energy of the gas change? അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റേഷനറി മാസ് ഓഫ് സിസ്റ്റം ഗ്യാസ് കാണാം.
ഈ ഗ്യാസ് ഒരു പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയാണ്. ഇതിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫറും ഒരു വർക്ക് ട്രാൻസ്ഫറും നടന്നിട്ട് നമ്മളിത് സ്റ്റേറ്റ് 2ലേക്ക് മാറുകയാണ്. സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് ഇത് മാറി. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഈ പിസ്റ്റൺ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കംപ്രസ്ഡ്. അപ്പോൾ ഈ ഗ്യാസ് കംപ്രസ് ചെയ്യണം, അപ്പോൾ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുവാണ്. അപ്പോൾ ഈ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഇതിന് അപ്പോൾ നമുക്ക് ദർ ഈസ് ഓൾസോ എൻ എനർജി ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം. ഈ ഗ്യാസിൽ നിന്ന് ഒരു എനർജി പുറത്തോട്ട് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് 37.6 കിലോ ജൂൾ ഓഫ് ഹീറ്റ്. So how much does the internal energy of the gas change? Again, we will use the first law of thermodynamics of a closed system, that is Q minus W is equal to delta U. അപ്പോൾ നമ്മുടെ Q എന്ന് പറയുന്നത് it is not supplied to the system, it is transferred out of the system. അതുകൊണ്ട് ഇതിനെ -37.6 എന്നാണ് പറയുന്നത്. ആൻഡ് W എന്ന് പറയുന്നത് P into V2 minus V1. So that is the work done. ഇതൊരു PdV വർക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണ്. അതുകൊണ്ട് P ഇൻറ്റു ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. സോ വർക്കിനെ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.105 ഇൻറ്റു 10⁵ ഇൻറ്റു 0.15 മൈനസ് 0.3. So you will get it as -15.75 കിലോ പാസ്കൽ. അപ്പോൾ വർക്കും നെഗറ്റീവ് ആണ്, ബിക്കോസ് ഈ വർക്ക് ആ സിസ്റ്റത്തിലേക്ക് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഇറ്റ് ഈസ് കിലോ ജൂൾ ആണ്. സോ ദാറ്റ് മീൻസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് Q മൈനസ് W, ദിസ് ഈസ് 37.6 മൈനസ് -15.75, ദാറ്റ് ഈസ് 21.85 കിലോ ജൂൾ. ഇതാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി.